LDF വരും, എല്ലാം ശരിയാകും. അതായത് 17 വർഷങ്ങൾക്ക് മുൻപ് തന്നെ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങും. അതുവഴി സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ വിഹിതം നല്ല രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും. ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വികസന സാധ്യതയുടെ ഒരു പദ്ധതിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ആ പദ്ധതിയുടെ വരവോടുകൂടി വലിയ മാറ്റം തിരുവനന്തപുരത്തും സമീപ ജില്ലകളിലും ഉണ്ടാകും. വലിയ തോതിലുള്ള അവസരം സംസ്ഥാനത്ത് തുറന്നു കിട്ടുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പോർട്ടാണെന്നുള്ളത് മാത്രമല്ല, ലോകത്തിലെ അപൂർവം വൻ പോർട്ടുകളിൽ ഒന്നായി വിഴിഞ്ഞം മാറുകയാണ്. അതാണിതിൻ്റെ പ്രത്യേകത. ഇത് ഈ രീതിയിൽ നടപ്പാക്കരുത് എന്ന രീതിയിൽ ഇടപെടലുകളുണ്ടായിരുന്നു. അത് പൂർത്തിയാകരുത് എന്ന ഉദ്ദേശത്തോടെയുള്ള പല ഇടപെടലുകളുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെയാണ് LDF അധികാരത്തിലുണ്ടായതിൻ്റെ പ്രത്യേകത. അപ്പോൾ LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് ഈ ഓരോ കാര്യം എടുത്ത് പരിശോധിച്ചാൽ, ഇനി പരിശോധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം എടുത്ത് പരിശോധിച്ചാലും അഭിമാനകരമായ രീതിയിലുള്ള സാക്ഷാത്കാരം ഉണ്ടായിരിക്കുന്നതെന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇത് നാടിൻ്റെ ഒരുമയുടെ ഭാഗമാണ്, ജനങ്ങളുടെ ഐക്യത്തിൻ്റെ ഭാഗമാണ്. നവകേരളം എന്നത് ഒരു സങ്കല്പമല്ല, ഈ വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നാണ്. അതിന് നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഇനിയും തുടർന്നും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചു.